ഗെറ്റ് സിറ്റിസൻസ് വിശ്വാസികളെയും ക്ഷണിക്കുന്നു. ഈ മനുഷ്യൻ ഇപ്പോൾ ഈ പറയുന്ന ഈ വെള്ള ആരാണെന്നറിയില്ല, കാരണം കുറേ ആൾ വെള്ളം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ തൊപ്പിയിട്ട മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ഇതൊരു വീഡിയോ ആണ്, ആ വീഡിയോ ഓണാക്കുന്നില്ല. അവർ പറഞ്ഞ കാര്യം, പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പള്ളിക്കരയും. അങ്ങനൊരു വാക്ക് പറഞ്ഞിടത്തുനിന്നാണ് കഥ പറയുന്നത്. ഇന്ത്യൻ സിറ്റിസന് മതങ്ങളില്ല, വിശ്വാസങ്ങളുണ്ട്. അതേ മതത്തിൽ നിന്നുള്ള ഒരു കാര്യം പറയാം. തൻ്റെ മുന്നിലൂടെ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിൻ്റെ മുന്നിലേക്ക് കൂടി വേറെ പള്ളിയിലേക്ക് നിസ്കരിക്കണമെങ്കിൽ അത് ജുമാ നിസ്കാരം മാത്രമായിരിക്കണം, പെരുന്നാൾ നിസ്കാരം മാത്രമായിരിക്കണം. എല്ലാത്ത ഒരു നിസ്കാരവും, കാരണം ആ പള്ളിയിൽ നടക്കാത്ത വേറൊരു നിസ്കാരം മാത്രമേ മറ്റുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. വേൾഡിൽ 3 ഖുറാനുണ്ട്. ഇത് EK ആണോ AP ആണോ സലഫിയാണോ മുജാഹിദാണോ ഒന്നും അറിയില്ല. പക്ഷെ പള്ളി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തെങ്ങിൻ്റെ അടുത്ത് AP മൻഷ എടുത്ത പള്ളിയാണ്. അത് AP ആണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ AP-നെക്കാട്ടി നല്ലത് മൻഷ എന്നാണ് പറയുക. കാരണം മൻഷ ബുഖാരി പള്ളി, പേരിൻ്റെ പേര് ബുഖാരി പള്ളി. ആ പള്ളിയിൽ നിന്ന് നടന്ന സ്പീച്ചാണ്. ഇനി ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ മനുഷ്യന് പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. കാരണം അയാൾ ആ പള്ളി വൃത്തിയാക്കാൻ പോയത് ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ടതും ആ പള്ളിയോടുള്ള സ്നേഹമല്ല, വേറെ നീയത്താണ്. അതും ഇതിൽ പറയാൻ കഴിയില്ല. കാരണം ആ മനുഷ്യൻ്റെ മരണം നല്ലൊരു മരണമായിരുന്നു. വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം നാട്ടിൽ പല മരണങ്ങളും കാണുന്നുണ്ട്. ആ മനുഷ്യൻ്റെ മരണം നല്ലൊരു മരണമായി കാണുന്നതുകൊണ്ട് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, പടച്ചവൻ ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. അപ്പം കപട വിശ്വാസികളും കപട സ്നേഹികളും പറയുന്നത് കേൾക്കരുത്. 3-4 വട്ടം ആലോചിച്ച് എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതിന് ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. കാരണം ചോദ്യങ്ങൾ ചോദിച്ചാൽ സകല തൊപ്പിക്കാരും തൊപ്പിയിടേണ്ടി വരും. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആണ്, മതത്തിൻ്റെ മേലിൽ കയറാൻ പാടില്ല. അതുകൊണ്ടാണ് മതങ്ങളില്ല, വിശ്വാസങ്ങൾ മാത്രം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പൊങ്കാലയിടണ്ട. പറയാനുള്ള വാക്കൊറ്റൊന്നാണ്, EK AP സലഫി മുജാഹിദ് മുസ്ലിങ്ങളിലാകും ഒന്നാകുക, എന്നിട്ട് ഇങ്ങോട്ട് മതി പൊങ്കാലയിടാൻ. അല്ലാണ്ട് പൊങ്കാലയിടാൻ വരണ്ട. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടാ. വളരെ ശ്രദ്ധിക്കുക. പള്ളിക്ക് ലൈസൻസ് ആദ്യം ഉണ്ടാവും നോക്ക്. കാരണം പള്ളിക്ക് ഇപ്പോൾ ലൈസൻസ് കൊടുക്കലില്ല.